ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വിഭവം ഈ പെരുന്നാളിന് വിരുന്നുകാർ വരുമ്പോൾ വിളമ്പാൻ പറ്റിയ ഏറ്റവും മികച്ചൊരു മാംഗോ ഡെസേർട്ടാണ്. നല്ല ക്രീമിയായി നാവിൽ അലിഞ്ഞു പോകുന്ന ഈ രുചി കഴിച്ചവരൊന്നും മറക്കില്ല. കുറഞ്ഞ ചേരുവ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ വിഭവം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് മാങ്ങ സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ മാങ്ങ കിട്ടാനൊന്നും ആരും വിഷമിക്കേണ്ട അല്ലേ. നമുക്ക് എവിടെ നോക്കിയാലും മാങ്ങയാണല്ലോ. അപ്പം നല്ല പഴുത്ത മാമ്പഴമാണ് കേട്ടോ. ഞാനിതിൽ നിന്ന് 4 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതാക്കിയിട്ടൊന്ന് കട്ടാക്കി എടുക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ ഈ കട്ടാക്കി വെച്ച് നമ്മുടെ മാമ്പഴം ചേർത്തി കൊടുക്കാം. അപ്പോൾ വെള്ളമൊന്നും ഉപയോഗിക്കാതെയാണ് കേട്ടോ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത്. നല്ല ഫൈനായിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് ഇത് അരച്ചെടുത്തിട്ട് നല്ല കളറോട് കൂടിയിട്ട് തന്നെ കേട്ടോ, നല്ല നാച്ചുറലാണ്. ഇനി തന്നെ നമുക്കിത് കുറച്ച് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ശേഷം നമുക്കൊരു ബൗളെടുത്തിട്ട് 1 ടീസ്പൂണോളം കോൺഫ്ലവർ ചേർത്തി കൊടുത്തിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊന്നുമില്ല, നമുക്കൊരു പാകത്തിന് അതൊന്ന് നമുക്ക് മിക്സായി എടുക്കാനുള്ള വെള്ളം നമുക്ക് ചേർത്തി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രം നമുക്ക് ഫ്ലെയിം ഓണാക്കി വെച്ചിട്ട് അതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. ഇനിയിപ്പോൾ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂണോളം നമുക്ക് സേമിയ ചെറുതായി ഒന്ന് കട്ടാക്കിയിട്ട് ചേർത്തി കൊടുക്കാം. അപ്പോൾ അതൊന്ന് ബ്രൗൺ കളറാകുന്നവരെ ലോ ഫ്ലെയിമിലിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷമാണ് കേട്ടോ നമുക്ക് 1.5 കപ്പ് പാലൊഴിച്ചെടുക്കാൻ. അപ്പോൾ 1.5 കപ്പ് പറഞ്ഞാൽ 250 ml കപ്പിന് 1.5 കപ്പാണ് ഒഴിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്തി കൊടുക്കുന്നുണ്ട്. മാങ്ങേൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്തി കൊടുത്താൽ മതി കേട്ടോ പഞ്ചസാരൻ്റെ അളവ്. പിന്നെ കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ കോൺഫ്ലവർ നമ്മൾ മിക്സാക്കി എടുത്തതില്ലേ, അതും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴേ ആ ഒരു പെർഫെക്റ്റ് ക്രീമി പരുവത്തിൽ നമുക്കിത് കിട്ടത്തുള്ളൂ. തീ കൂട്ടി വെക്കരുത് കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ആ സേമിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ജസ്റ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ മാങ്ങയുടെ അരച്ചെടുത്തതുണ്ടല്ലോ, ആ പൾപ്പും കൂടി ചേർത്തി കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ കൈ എടുക്കാതെ തന്നെ മിക്സാക്കി എടുത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല കളറോട് കൂടിയിട്ട് ഇതുപോലെ ആയി വരും കേട്ടോ. നന്നായിട്ട് കുറുകി വരുന്നവരെ നമുക്കിത് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാട്ടോ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഏതിലാണ് സെറ്റാക്കുന്നെങ്കിൽ ആ ഒരു പാത്രത്തിൽ ഒഴിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു കേക്കിൻ ടിന്നിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചെടുക്കുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ കളറും ആ ഒരു ടെക്സ്ചറും ശരിക്കും നാവിൽ വെള്ളം വരുന്നുണ്ടല്ലേ. പെരുന്നാൾ വരുന്നതിന് ഇതിലും നല്ലൊരു സ്പെഷ്യൽ ഐറ്റം വേറെ ഉണ്ടാക്കാനില്ല കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒന്നാണിത്. വീട്ടിലുള്ളവർക്കെല്ലാം ഇത് തീർച്ചയായും വലിയൊരു സർപ്രൈസ് ആയിരിക്കുമേ. ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത് വെച്ച നമ്മളെ പൾപ്പുണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതെന്നാണ് കേട്ടോ. പിന്നെ ഒന്നുകൂടി ടേസ്റ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ. നമുക്ക് ഇങ്ങനെ തണുപ്പിച്ചിട്ട് കഴിക്കുന്നതും സൂപ്പറായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പൾപ്പ് ജസ്റ്റ് മുകളിലൊന്ന് ഇങ്ങനെ ഡോട്ട് പോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഒരു കളറായിട്ടാണ് നമ്മൾ ഇവിടെ വെളിച്ചം കാരണമാണ് കേട്ടോ അങ്ങനെ തോന്നിക്കുന്നത്. പക്ഷേ നമുക്ക് അടുപ്പിച്ച് ഇതുപോലെ വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ജസ്റ്റ് 1 ടീസ്പൂണോ 1/2 ടീസ്പൂണോളം നമ്മുടെ പാൽപ്പൊടി ഒന്ന് ക്രീമി ആയിട്ട് ഒന്ന് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്യാം കേട്ടോ. ഞാനിത് ഓപ്ഷനിലാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തെടുത്താൽ മതിയേ. ജസ്റ്റ് ഫോർക്ക് ഉപയോഗിച്ചിട്ട് നമുക്കിതാ ഒന്ന് ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ മുകളിലായിട്ട് നമുക്കൊരു കാണാൻ നല്ലതായിരിക്കും. പിന്നെ നിങ്ങളുടെ കയ്യിൽ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കട്ടാക്കിയിട്ടും ചേർത്തി കൊടുക്കാം. ഇനി നന്നായി തണുപ്പിച്ചതിന് ശേഷം നമുക്കിതാ ഫ്രീസറിൽ ഒരു 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മാംഗോ ഡെസേർട്ട്. കണ്ടില്ലേ, വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് എത്ര എളുപ്പത്തിലാണ് ഇത് തയ്യാറാക്കിയതെന്ന്. ഈ പെരുന്നാളിന് നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ ഇത് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ, അവരൊക്കെ നിങ്ങളെ അഭിനന്ദിക്കുമെന്ന് ഉറപ്പാണ്. പഴുത്ത മാമ്പഴത്തിൻ്റെ ആ ഒരു തനത് രുചിയിൽ ഇത്രയും ക്രീമിയായി മറ്റൊരു ഡെസേർട്ട് വേറെ കാണാനില്ല. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഫീഡ്ബാക്കും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് വലിയൊരു പ്രോത്സാഹനമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയും കൊണ്ട് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.